ഇപ്പൊ ഞാൻ കുറച്ചായി എനിക്ക് ഇതിന്നൊരു വരുമാനം കിട്ടുന്നുണ്ടെന്ന് ബോധ്യമായപ്പോൾ മാത്രമാണ് ഞാൻ ഇതുപോലുള്ള ഒരു കൂട് അടിച്ചിട്ടുള്ളത്. ഈ കൂടിന് എനിക്ക് ഏകദേശം 1,00,000 രൂപയോളം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇല വെട്ടിക്കൊണ്ടുവരാനും വെള്ളം കൊടുക്കാനും എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുന്ന എല്ലാം അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഫാമിലി മൊത്തം സപ്പോർട്ട് ഉണ്ട്. അത്ര രീതിയിലൊന്നും ചെയ്യാൻ നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ ആട് കൃഷിയിൽ നിന്ന്. പിന്നീട് എനിക്കതൊരു വാശിയായി മാറി. എനിക്ക് ഇതിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം എന്നുള്ള ഞാൻ മേടിക്കും. അത് ഇതുപോലെ ഞാൻ പുതിയ കർഷകർക്ക് ആവശ്യക്കാർ വന്നേക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കുകയും ചെയ്യും. എൻ്റെ പേര് പ്രജീഷ് എന്നാണ്. ഞാൻ എൻ്റെ ഫീൽഡ് ഈ ആട് കൃഷി അല്ലായിരുന്നു, ടെക്സ്റ്റൈൽസിലായിരുന്നു ഞാൻ ജോലി ചെയ്തിട്ടുണ്ടിരുന്നത്. ഒരു കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് ഞാൻ ജോലി ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ഈ കൊറോണ വന്ന സമയത്ത് ഷോപ്പുകളൊക്കെ അടച്ച് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായ സമയത്ത് എനിക്ക് ഈ മേഖലയായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു, ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള രീതിയിൽ വീട്ടിൽ തന്നെ ആയപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചതാണ് എന്ത് തുടങ്ങാന്നുള്ളത്. അപ്പം ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഓരോ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ആടിനെ വാങ്ങിച്ചു. അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആടിനെ വാങ്ങി ഒരു മുൻപരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേണ്ടത്ര രീതിയിലൊന്നും ചെയ്യാൻ നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ ആട് കൃഷിയിൽ നിന്ന്. പിന്നീട് എനിക്കതൊരു വാശിയായി മാറി. എനിക്ക് ഇതിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം എന്നുള്ള ഒരിത് വന്നു. ഒരുപാട് നഷ്ടങ്ങൾ വന്നപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു വലിയൊരു പാടായിട്ട് ഞാൻ എടുത്തു. പിന്നെ ഒരു ആടിനെ വാങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിലൂടെയാണ് ഇതിന് ലോസ് വരുന്നത് എന്നുള്ളതും ഞാൻ കറക്റ്റായിട്ട് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് ഒരു ആടിനെ ഞാൻ വെച്ചുകൊണ്ടിരിക്കില്ല. നല്ല ആടുകളെ കണ്ടേക്കുകയാണെങ്കിൽ ഞാൻ മേടിക്കും. അത് ഇതുപോലെ ഞാൻ പുതിയ കർഷകർക്ക് ആവശ്യക്കാർ വന്നേക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കുകയും ചെയ്യും. അപ്പം നമ്മളിപ്പോൾ ഏതൊരു ആടിനെ എടുത്തേക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ആടുകളെ സെലക്ട് ചെയ്തിട്ട് ഞാൻ വാങ്ങും. പിന്നെ അതിനെ നല്ല ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അതിനെ നല്ല ഉഷാറാക്കിയിട്ടിട്ടാണ് ഞാനൊരു കർഷകർക്ക് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം അതെനിക്ക് ഒരു വലിയൊരു ആശ്വാസമാണ്. നല്ല രീതിയിൽ എനിക്ക് ലാഭം കിട്ടുന്നുണ്ട്, മോശമില്ല. ഇപ്പം ഞാനൊരു ആടിനെ എടുത്തേക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്ന് നോക്കും. പിന്നെ അതിനെ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കും. ഒരു വീക്കായിട്ടുള്ള ഒരു ആടാണെന്നുണ്ടെങ്കിൽ അതിനെ എത്രത്തോളം മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കും. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു ആടിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആടിനെ എടുത്തിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 10ഓളം ആടുകളേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നേ ഒരാഴ്ച മുന്നേ എൻ്റെ അടുത്തൊരു 10-20ഓളം ആടുകൾ ഉണ്ടായിരുന്നു. ഈ 10ഓളം ആടുകളിൽ നിന്ന് ഇപ്പോഴും ഇതിന് 3-4 ആടിനെ ഇപ്പോൾ ഓൾറെഡി ഇന്ന് രാവിലെ ആയിട്ടൊക്കെ സെയിലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ 2 ദിവസം കഴിഞ്ഞിട്ടേ കൊണ്ടുപോകുള്ളൂ. ഒരാടിനെ നമ്മൾ കണ്ണൂരിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള 2-3 ആടുകളെ നമ്മൾ സ്പിന്നിങ് മില്ല് കോഴിക്കോട് ആ ഭാഗത്തേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് ആളുകൾ നമ്മളെ അന്വേഷിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ ആടുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു തുടക്കക്കാരൊക്കെ വന്നിട്ട് നമ്മളെ കൂട് ആടുകളെയൊക്കെ ഒന്ന് സന്ദർശിക്കലുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്നുള്ളതൊക്കെ നമുക്ക് കിട്ടുന്ന അറിവുകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഇതിൽ വരുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമ്മൾ ഏത് ബ്രീഡിനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അതിൽ ഒരുപാട് ആൾക്കാർ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ ആടിനെ ഒരു മുൻപരിചയം ഇല്ലാതെ പെട്ടെന്ന് വളർത്തുമ്പോൾ ഹൈബ്രിഡ് ആടുകളൊക്കെ സെലക്ട് ചെയ്യും. ഹൈബ്രിഡ് ആടുകളൊക്കെ നല്ലത് തന്നെയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പോൾ ട്രെൻഡിൽ കളിക്കുന്ന ഒരു ഹൈദരാബാദി ആടിനെ വളർത്തണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഹൈദരാബാദി ആടിനെയും കുട്ടികളെയും നല്ല വിലക്ക് തന്നെ ഞാൻ വാങ്ങി കൊണ്ടുവന്നു. പക്ഷേ ഈ ഹൈദരാബാദി ആടുകൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഓവർ സൈസൊന്നും വെക്കുകയില്ല. നമ്മളെ ബീറ്റലാടുകളെ എപ്പോഴും ഒരു 3 മാസമായിട്ടുള്ള കുട്ടികൾ തന്നെ 30 kg തൂക്കമൊക്കെ വരും. പക്ഷേ ഈ ഹൈദരാബാദി ആടുകളെ ഒരു 3 മാസം പ്രായമാകുമ്പോൾ ഏകദേശം ഒരു 20-25ൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വരുള്ളൂ. 20 കിലോയൊക്കെ കൂടുതലായിട്ടും വരാറുള്ളൂ. അപ്പോൾ നമുക്ക് ഹൈദരാബാദി ആടുകൾക്ക് പാലുൽപാദന ശേഷിയും നമ്മൾ പ്രതീക്ഷ അത്ര കിട്ടുകയില്ല. ഞാൻ ചെയ്യുന്നത് ഫുൾ ക്രോസ് ബ്രീഡാണ്. ഹൈദരാബാദി വരുന്ന ക്രോസ് ബ്രീഡ് ആടുകളാണ് ഞാൻ കൂടുതലും നിർത്തിയിട്ടുള്ളത്. എനിക്ക് അതിന് ഏകദേശം ഒരു 3 ലിറ്ററിൻ്റെ മേലെ പാല് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള ഫീമെയിലൊക്കെ ഏകദേശം ഒരു 80 കിലോ 90 കിലോ ബോഡി വെയിറ്റ് വരുന്ന ഫീമെയിലാണ് എൻ്റെ കയ്യിലുള്ളത്. അത് പ്യൂർ ഹൈദരാബാദി അല്ല, നമ്മൾ ഇച്ചിരി ക്രോസ് ആയിട്ട് വരുന്നതാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം എപ്പോഴും ക്രോസ് ബ്രീഡ് ആടുകളോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ ബീറ്റിലാടുകളെ നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നു. ബീറ്റിലാടുകളെ നമ്മൾ വളർത്തുമ്പോൾ എനിക്ക് നല്ലതാണ്. പക്ഷേ അവർ ബ്രീഡാവാനൊക്കെ കൂടുതൽ രണ്ടാമത് അവർ ഹീറ്റ് കാണിക്കാനും പിന്നെ അതുപോലെ തന്നെ അവർ ക്രോസ് ചെയ്തിട്ട് ചെന പിടിക്കാനൊക്കെ ഒരുപാട് സമയം പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ
അതിനൊന്ന് മാറ്റി നിർത്തിയതാണ്. പിന്നെ അതിൽ വേറെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് അകിട് വീക്കം ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് ബീറ്റിലാടുകളെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെയുള്ള ക്രോസ് ബ്രീഡ് ആടുകളെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നാടനാടുകളെ നമ്മളെ തുടക്ക സമയത്തൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. നാടനാട് വളർത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ഒരു ചോയ്സ് തന്നെയാണ്. പക്ഷേ അതിലുള്ള ഒരു ദോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് സമയത്ത് ഏത് കാലാവസ്ഥയിൽ അവരെ വളർത്താൻ പറ്റും. പക്ഷേ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരെ സൈസ് ഒരു വിഷയം തന്നെയാണ്. അവരെ മീറ്റ് പർപ്പസ് മാത്രമായിട്ടേ നമുക്ക് അതിനെ വിൽക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഇതുപോലുള്ള ആടുകളെ നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ അതൊരു മോഹവില എന്നുള്ള രീതിക്ക് നമുക്ക് അതിനെ സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നാടനാടുകളെ നമ്മൾ വളർത്തുമ്പോൾ അത് എപ്പോഴും ഒരു മീറ്റ് പർപ്പസ് ആ ഒരു രീതിയിലാണ് നമ്മളെടുത്തുന്ന ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നതും നമുക്ക് ആ വില കിട്ടുള്ളൂ. നമുക്കിപ്പോൾ ഒരു 3 മാസം ആയൊക്കെയാണെങ്കിൽ ഒരു 4 മാസം വളർത്തുന്ന ഒരു കുട്ടിക്ക് നമുക്ക് കിട്ടുക 5-6 രൂപയെ കിട്ടുള്ളൂ നാടനാടുകളാകുമ്പോൾ. പക്ഷേ അതേ ചിലവും അതേ തീറ്റ ചിലവും അതേ മെയിൻ്റെനൻസും ആണ് നമുക്ക് ഇതുപോലെയുള്ള ആടുകളെ വളർത്തുമ്പോഴും. നമുക്കൊരു 3-4 മാസം കൊണ്ട് ഒരു 20,000 രൂപ, 18,000, 20,000, 25,000 രൂപ വരെ നമുക്കൊരു കുട്ടിക്ക് ഇതിൽ നിന്ന് കിട്ടും. ഞാനിതിൽ നിന്ന് കണ്ടെത്തുന്ന മെയിൻ ആയിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ ആടുകളെ നമ്മൾ നിർത്തിയിട്ട് കുട്ടികളെ വിൽക്കുക. പിന്നെ രണ്ടാമത് നമ്മൾ ആടുകളെ നല്ല ആടുകളെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസമോ ഒക്കെ നിർത്തി നല്ല രീതിയിൽ അവരെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഉഷാറാക്കി എടുത്തിട്ട് നമ്മൾ നല്ല വിലയ്ക്ക് തന്നെയാണ് നമ്മൾ പുറത്തോട്ട് കർഷകർക്ക് വീണ്ടും കൈമാറുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് നല്ലൊരു വരുമാനം കിട്ടും. എനിക്ക് കൂടുതലായിട്ട് വരുമാനം കിട്ടുന്നത് അങ്ങനെയാണ്. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ഒരു അത്യാവശ്യം നമ്മളെ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ, അത്യാവശ്യം എൻ്റെ വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോകുന്നത് എനിക്ക് അതിലൂടെ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകാൻ പറ്റുന്നുണ്ട്. തീറ്റ ഞാൻ രാവിലെ കടലപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക്, കടലത്തൊണ്ട്, പിന്നെ അതുപോലെ പച്ചരി ഇട്ടിട്ടൊരു കഞ്ഞി വെക്കും. അത് ഇങ്ങനെ കുറുന്നനെ ആക്കിയിട്ട് നമ്മൾ കൊടുക്കും, രാവിലെ കൊടുക്കും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇലയാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് മുഴുവൻ നല്ല പുല്ലുണ്ട്. എപ്പം പോയാലും നമുക്ക് എവിടെ ഇരുന്നാലും ഒരു 10 കന്ന് പുല്ലരിയാനൊന്നും ഒരു പ്രയാസമില്ല. നല്ല പുല്ലുണ്ട്. പക്ഷെ ഞാൻ ഇല കിട്ടാത്തപ്പോഴേ ഞാൻ പുല്ല് കൊടുക്കാറുള്ളൂ. ആടുകൾക്ക് ഏറ്റവും നല്ലത് പുല്ലിനേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇല തന്നെയാണ്. നല്ല പ്ലാവില കൊടുക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുല്ലിൽ കൂടുതൽ ജലാംശമാണുള്ളത്. അപ്പോൾ ജലാംശം കൊടുക്കുമ്പോൾ ഈ പുല്ല് കൂടുതൽ കഴിക്കുന്ന ആടുകൾ വെള്ളം കൂടി കുറച്ച് കുറവായിരിക്കും. കാരണം അതിൽ ജലാംശത്തിൻ്റെ അളവ് കൂടുതലാണ്. പിന്നെ നല്ല ഒരു ഗരാഹാരം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇല കിട്ടുന്നത്. ഇല കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചീമക്കൊന്നൻ്റെ ഇല ഞാൻ ഇതുപോലെ വെട്ടിക്കൊണ്ടുവന്നിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ഉണക്കും, എന്നിട്ട് ആടുകൾക്ക് ഇട്ട് കൊടുക്കും. അത് നല്ലതാണ്. ചീമക്കൊന്നയുടെ ഇല, മുരിങ്ങ ഇല, പിന്നെ അതുപോലെ പ്ലാവില, ഇത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ ആടുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കലുണ്ട്. കിട്ടുമ്പോഴൊക്കെ അത് കൊടുക്കും, ഇല്ലാത്തപ്പോൾ പുല്ലും അരിഞ്ഞു കൊടുക്കും. ഈ ആടുകളെല്ലാം കഴിക്കും കേട്ടോ, പുല്ലും കഴിക്കും, ഇല എല്ലാ അതും കഴിക്കും. ഇല നമുക്ക് ഞാൻ സംഘടിപ്പിക്കൽ നമ്മളെ വീടിൻ്റെ അയൽവാസികൾ ഇല വെട്ടാനുണ്ടാകുമ്പോൾ, പ്ലാവൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളോട് പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചോദിച്ചറിയും ഇല എവിടെ ഉണ്ടോ അവിടെ പോയി നമ്മൾ വെട്ടി കളക്ട് ചെയ്ത് കൊണ്ടുവരും. നമ്മൾ കഴിയുന്നതും ഇതുപോലെ ഇല വെട്ടിക്കൊണ്ടുവന്ന് നമ്മൾ കൂട്ടിൽ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കത് ഇല വേസ്റ്റായി പോകുന്നത് കുറവാണ്. മറ്റുള്ളത് നമ്മൾ ഒന്നായിട്ട് തൂക്കിയിട്ട് കൊടുക്കുമ്പോൾ ഇല വേസ്റ്റാക്കി കളയും. ഇലയ്ക്ക് ബുദ്ധിമുട്ടാണ്, എങ്കിലും ഇല തന്നെയാണ് കൂടുതലും നമ്മൾ കൊടുക്കുന്നത്. വെള്ളം കൊടുക്കുന്നതും രാവിലെയും വൈകിട്ടും, പിന്നെ അതുപോലെ തന്നെ ഇല കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഇടയിലുള്ള തീറ്റകളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ പുറത്തോട്ട് അയച്ച് കെട്ടാറില്ല. പിന്നെ അങ്ങനെ പുറത്തോട്ട് അയച്ച് കെട്ടാൻ പറ്റിയ ആടുകളല്ല. കാരണം ഈ മുള്ള് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, നല്ല അകിടും കാര്യങ്ങളൊക്കെ ഉള്ള ആടുകളാകുമ്പോൾ ഈ മുള്ളൊക്കെ കോറിയിട്ട് അത് മുറിവാകാനൊക്കെ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പിന്നെ ഒരു വ്യായാമത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുറ്റത്തൊക്കെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അയച്ചു വിടും, നമ്മളെ പറമ്പിലൊക്കെ കുറച്ച് നേരമൊക്കെ അയച്ചു വിടും. അല്ലാതെ ഇങ്ങനെ പുറത്ത് കെട്ടി തീറ്റുന്ന പരിപാടിയൊന്നുമില്ല. കൂടുതൽ സമയം അവർ കൂട്ടിൽ തന്നെ ആയിരിക്കും. എനിക്ക് എൻ്റെ തുടക്കകാലത്തൊക്കെ ഞാൻ ചെറിയ കൂടായിരുന്നു വെച്ചിട്ടുള്ള മരത്തിൻ്റെ ചെറിയ കൂടെ അടിച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് നഷ്ടവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ചായി എനിക്ക് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നുണ്ടെന്ന് ബോധ്യമായപ്പോൾ മാത്രമാണ് ഞാൻ ഇതുപോലുള്ള ഒരു കൂട് അടിച്ചിട്ടുള്ളത്. ഈ കൂടിന് എനിക്ക് ഏകദേശം 1,00,000 രൂപയോളം വില ആയിട്ടുണ്ട്. ഇപ്പം ഈ 2 കൂടാണ് മെയിൻ ആയിട്ടുള്ളത്, ഒരു ഇരുമ്പിൻ്റെ കൂടും അതുപോലെ ഒരു മരത്തിൻ്റെ കൂടും. പക്ഷെ കൂടെ അടിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഇരുമ്പിൻ്റെ കൂടെ എനിക്ക് നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. ഇതിന് മുന്നേ ഞാൻ ഇരുമ്പിൻ്റെ കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇരുമ്പിൻ്റെ കൂടെ എനിക്ക് എപ്പോഴും ഭയങ്കര നഷ്ടമാണ്. അത് പെട്ടെന്ന് ഒരു 2 കൊല്ലത്തിലൊന്നും കൂടുതൽ കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നില്ല. 4-5 കൊല്ലമൊക്കെ കിട്ടും, പക്ഷെ പെട്ടെന്ന് അത് ദ്രവിച്ചു പോവുകയും ചെയ്യും. പിന്നെ ഈ തുരുമ്പ് എടുത്ത ഇരുമ്പിൻ്റെ കൂട്ടിൽ നമ്മൾ കെട്ടുമ്പോൾ
ആടുകൾക്ക് ഇൻഫെക്ഷൻ വരും. അത് അവരിങ്ങനെ ഒരതിയിട്ട് ആടിൻ്റെ സ്കിന്നിൻ്റെ മേലൊക്കെ ചെറിയ ഉണല് മുറിവൊക്കെ ഉണ്ടായിട്ട് അത് പെട്ടെന്ന് ഇൻഫെക്ഷനായി മാറുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മരത്തിൻ്റെ കൂടെ അടിച്ചതിന് ശേഷം എനിക്ക് കൂടുതലായിട്ട് ആടുകളും കംഫർട്ടാണ്, ഞാനും കംഫർട്ടാണ്. മരത്തിൻ്റെ കൂടെ അടിക്കുമ്പോൾ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. ഈ കൂട്ടിൽ ഇപ്പോൾ 10 അടി നീളമുള്ള ഒരു കൂടാണ്. 6 മീറ്റർ നീളമുണ്ട് കൂട്. പിന്നെ അതുപോലെ തന്നെ 8 അടി വീതിയുണ്ട്. നമ്മൾ 5 അടി വീതിയാണ് ഒരു കൂടിന്, ഒരു ആടിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ബാക്കി 3 അടി നമ്മളൊരു വലിയൊരു ഹാളാക്കി ഇട്ടേക്കാണ്. നമ്മൾ ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ തള്ളേനി കുട്ടികളെ നമ്മൾ മാറ്റി മാറ്റി ഇടാറുള്ളൂ, ഒരുമിച്ച് ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു വരാന്തയുണ്ട് ഈ കൂടിന്. പിന്നെ ഇതിൽ മൊത്തം ഞാൻ 5 കള്ളിയായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു ആടിന് ഒരു അറ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഒക്കെ വലിയ ആടുകളായതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. എങ്കിലും 2 ആടിനെ വരെ നമുക്ക് കെട്ടാൻ പറ്റും. ഞാൻ 2 ആടിനെ വരെ കെട്ടിയിട്ടുണ്ട് ഒരു അറയിൽ. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലൊക്കെ ആടിനെ തിരിച്ച് കെട്ടാനുള്ള സൗകര്യം ഉണ്ട്. 10 ആട് സുഖമായിട്ട് ഈ കൂട്ടിൽ പോകും. 10 ആട് അതിന്റെ കുട്ടികളും ഈ കൂട്ടിൽ പോകും. പിന്നെ ബാക്കിയുള്ള നമ്മൾ ഈ കൂട്ടിലും ആടുകളുണ്ട്. മേലെ ഒരു കൂടുണ്ടായിരുന്നു, അതിലിപ്പോൾ നമ്മൾ വല്ലാതെ ഇടലില്ല. ഇപ്പൊ ഈ 2 കൂട്ടിലാണ് കാര്യമായിട്ട്. ഇല വെട്ടിക്കൊണ്ടുവന്നാലും നമ്മൾ മേലെ കൂട്ടിലാണ് ഇപ്പോൾ കൂടുതൽ ഇടുന്നത്, നനയാതിരിക്കാൻ, ഇല നനയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കൂട്ടിലാണ് ഇപ്പോൾ ഇല ഇടുന്നത്. 8 മാസമായിട്ടുള്ളൂ ഞാൻ കറക്റ്റ് ഈ കൂട് പണിതിട്ട്. ഇതിന്റെ മുന്നേ ഇവിടെ ഒരു കൂടുണ്ടായിരുന്നു, ഇരുമ്പിന്റെ ആയിരുന്നു. അതെനിക്ക് നഷ്ടമാണ്, ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല. ഇരുമ്പിനെ പെട്ടെന്ന് ദ്രവിച്ചു പോകും, ആട്ടിന്റെ മൂത്രം തട്ടുമ്പോൾ പെട്ടെന്ന് കൂടെല്ലാം നാശമായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരുമ്പിന്റെ കൂടെ ഒഴിവാക്കി മരത്തിന്റെ കൂടെ തന്നെ ആക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് ഒരാഗ്രഹം കൂടി ഉണ്ട്, ഇതുപോലെയുള്ള ഒരു കൂടും കൂടെ എനിക്ക് അടിക്കണം എന്നുണ്ട്. ഈ ഇരുമ്പിന്റെ കൂട് മാറ്റിയിട്ട് എനിക്ക് ഒരു മരത്തിന്റെ കൂടും കൂടെ ഇതുപോലെ തന്നെ അടിക്കണം എന്നുണ്ട്. പിന്നെ ഈ കാര്യത്തിന് എനിക്കൊരു ഷോപ്പ് ഉണ്ട്, ഒരു പലചരക്ക് കട ഉണ്ട്. അപ്പോൾ ഷോപ്പ് ഉണ്ട്. അപ്പോൾ എന്നെ കൂടുതലായിട്ട് ഈ കാര്യത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഇല കൊടുക്കലും പിന്നെ തിന്നാൻ കൊടുക്കുന്നതൊക്കെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ്റെ ഫുൾ സമയം ഇതിൽ തന്നെ ആവും, ഈ ആട്ടുംകൂട്ടിൽ തന്നെ ആകും. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇല വെട്ടിക്കൊണ്ടുവരാനും വെള്ളം കൊടുക്കാനും എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുന്നതെല്ലാം അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, ഫാമിലി മൊത്തം സപ്പോർട്ട് ഉണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അവരെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്നത്. അവരെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാം, എന്നെ കൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ ഈ ആടിനെ കുറിച്ച് ക്ലാസ്സിനൊന്നും പോയിട്ടില്ല. ആടിന്റെ പരിപാലനത്തിനെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ അതിന് പോയിട്ടൊന്നുമില്ല. പക്ഷെ പോയാൽ കൊള്ളാമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഞാൻ ആടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചെടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ ആടിനെ വളർത്തി പിന്നെ അതിനോട് കൂടുതൽ ഇടപഴകിയിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അറിവുള്ള ആളുകളൊക്കെ ഉണ്ട്, നല്ല പഴയ ആളുകളൊക്കെ ഉണ്ട്. അവരോടൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കും. പിന്നീട് നമ്മൾ വളർത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു അകിട് വീക്കം വരുമ്പോൾ. സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ആടിന് അകിട് വീക്കൊക്കെ വന്നിട്ട് എനിക്കത് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ. പിന്നീട് അതിനെ എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളത് നമ്മൾ നിന്ന് പഠിച്ചു. ഇപ്പം ഞാൻ എൻ്റെ ഒരു ആട് പ്രസവിച്ചു, അകിട് വീക്കം, അതിൻ്റെ അകിട് കണ്ടേക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പേടിയാവും. ആ രീതിയിലായിരുന്നു അതിൻ്റെ അകിടും കാര്യങ്ങളൊക്കെ. അതിനിപ്പോൾ ഞാൻ നല്ല ഉഷാറാക്കി എടുത്തു, ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ 3 കുട്ടികളുണ്ട്, കുട്ടികളൊക്കെ പാല് കുടിക്കുന്നുണ്ട്. 2 മുലക്കാമ്പലും നല്ല രീതിയിൽ പാലും ഉണ്ട്. ഓക്കെയാണ്. ഇപ്പോൾ നമ്മൾ ആടുകൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ ഡോക്ടറെ വിളിക്കും. നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെയാണ് ഞാൻ കൂടുതൽ വിളിക്കാറുള്ളൂ. അത് അത്യാവശ്യ ഘട്ടത്തിൽ. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ഒരു ആടിന് പനി വന്നേക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ആടിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആടിൻ്റെ വയറ് സ്തംഭനമാണ്. നമ്മൾ കൊടുക്കുന്ന ഫുഡ് എന്തെങ്കിലും കറക്റ്റായിട്ട് പറ്റാത്തതോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആടിൻ്റെ വയറ് സ്തംഭനം വന്നേക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നത് അപ്പക്കാരം, ഇഞ്ചിനീര്, ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ആടുകൾക്ക് കൊടുക്കും. അത് സ്പോട്ടിൽ തന്നെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അടുത്ത ദിവസം തന്നെ അത് പൂർണ്ണമായിട്ടും അത് ക്ലിയർ ആവും. പിന്നെ അതുകൊണ്ടുള്ള കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത് പ്യൂർ ഹൈദരാബാദി മുട്ടനല്ല, ക്രോസ് ആണ്. ഇതിന് ഞാൻ നമ്മളെ കരുനാഗപ്പള്ളിയിൽ നിന്ന് എടുത്താണ്. ഇവനെ നമുക്കിപ്പോൾ 1 മാസമാകുമ്പോൾ കിട്ടിയതാണ്. അല്ല, 1 വർഷം, 1 വയസ്സായപ്പോൾ കിട്ടിയതാണ് നമുക്ക്. ഇപ്പം ഏകദേശം 2 വയസ്സായി പ്രായം. നല്ല മുട്ടനാണ്, അവനെ നല്ല റിസൾട്ട് ആട്ടോ. നല്ല കുട്ടികളൊക്കെ ഇവന് വീഴുന്നതൊക്കെ, നമ്മളിവിടെയുള്ള കുട്ടികളൊക്കെ ഇവൻ്റെ കുട്ടികളാണ്.